യൂറോ കപ്പിൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഫ്രാൻസിന് സമനില. ഗ്രൂപ്പിലെ ആദ്യ 2 കളിയും പൊട്ടിയ പോളണ്ടിനോടാണെന്ന് ഫ്രാൻസ് സമനില വഴങ്ങിയത്. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചു. സമനിലയോടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവാനുള്ള അവസരം ഫ്രാൻസ് നഷ്ടപ്പെടുത്തി. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന എംബാപ്പെ ഇന്ന് മാസ്ക് അണിഞ്ഞ് ആദ്യ 11-ൽ കളത്തിലെത്തി. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. ഫ്രാൻസ് നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഗോളൊന്നും വന്നില്ല. എംബാപ്പയ്ക്ക് മാത്രം 3ഓളം നല്ല അവസരങ്ങൾ ലഭിച്ചു. ഒന്നും ഗോളായില്ല. രണ്ടാം പകുതിയിൽ 56-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ ഫ്രാൻസ് ലീഡെടുത്തു. കിലിയൻ എംബാപ്പയാണ് പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചത്. തുടർന്ന് മത്സരം പുരോഗമിക്കവേ പോളണ്ടിനും കിട്ടി പെനാൽറ്റി. ലെവൻഡോസ്കി പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് പോളണ്ടിന് സമനില നൽകി. പിന്നീട് ഇരു ടീമുകൾക്കും വിജയ ഗോൾ കണ്ടെത്താനായില്ല. സമനിലയോടെ 5 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അതേസമയം ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി ഓസ്ട്രിയ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം സ്വന്തമാക്കി. നെതർലൻഡ്സ് മികച്ച 3-ാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടർ കളിക്കും. പോളണ്ട് ഫ്രാൻസ് നൽകിയ 1 പോയിന്റുമായി ജർമ്മനിയിൽ നിന്ന് വിമാനം കയറും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.